ഇതിന്റെ പേരാണ് എന്താണിത്? വെള്ളിക്കോൽ. ഇത് ആനനെ അങ്ങനത്തെ അല്ല, ഭാരം തൂക്കാനുള്ള പഴയ മെത്തേഡുകൾ. മുമ്പ് പൗണ്ട് എന്ന് പറയും കൃഷിക്കാരുടെ കാലത്ത്, കഴിഞ്ഞ് കിലോഗ്രാം ആയി. അതിന്റെ ഒക്കെ മുമ്പ് തുലാം എന്ന് പറയാം. അപ്പൊ ഇതിന് ഓരോരോ ഭാഗത്തും ഓരോ കുത്തുണ്ട്, ഓരോ വെയിറ്റുകളാണ് ഈ കുത്തുകളൊക്കെ. വേ ചെയ്യേണ്ട സാധനം ചാക്കിലോ കൊട്ടയിലോ ആക്കിയിട്ട് ഇവിടെ തൂക്കും. എന്നിട്ട് ഇവിടെ ഇതിനനുസരിച്ച് പിടിക്കും. കൗണ്ടർ വെയിറ്റ് ഉണ്ട്. ഞങ്ങളെ കുപ്പാന്ന് വിളിക്കുന്ന സെയ്തോക്കാനായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് കോട്ടക്കലിനും തിരൂരിനും അടുത്തുള്ള കൽപ്പകഞ്ചേരി 1790 പണി കഴിപ്പിച്ച ഈ വീട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആ വീട് മാത്രമല്ല, ഇതിന്റെ ഭയങ്കര സംഭവബഹുലമായിട്ടുള്ള ചരിത്രങ്ങളും ഉണ്ട്. ഇവിടെ നിൽക്കുന്ന ആളാണ് ഇപ്പൊ ഈ വീടിന്റെ അവകാശി, അഹമ്മദ് മൂപ്പൻ. അഹമ്മദ് മൂപ്പൻ. ആസ്റ്ററിലെ ആസാദ് മൂപ്പൻ അവരുടെയൊക്കെ ഫാമിലിയാണ്. ഒരേ ഫാമിലിയാണ്. പക്ഷെ സാധാരണ ഫാമിലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവരുടെ ഈ വീടിനോട് ചേർന്നും ധാരാളം ചരിത്രങ്ങളുണ്ട്. അത് കേരളത്തിന്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. സോ ലെറ്റ്സ് സീ ദ ഹൗസ് ഫസ്റ്റ്. പണ്ടത്തെ കാലത്തെ സിറ്റ് ഔട്ട്. ശരിക്കും അപ്പൊ ഈ വീടിന്റെ പേര് വടക്കേതിൽ ഹൗസ്. അപ്പൊ ഈ വാദ്യാർ മന എന്ന് എഴുതി വെച്ചിരിക്കുന്നത് എന്താ? വാദ്യാർ മന ഞങ്ങളെ ഫോർ ഫാദേഴ്സിന്റെ പഴയ തറവാട്. പക്ഷെ മന പണ്ട് നമ്പൂതിരിമാരുടേതായിരുന്നു. അതെ, ഫോർ ഫാദേഴ്സ് നമ്പൂതിരിമാരായിരുന്നു. അവിടുന്ന് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടാണ് കൽപ്പകഞ്ചേരിക്ക് താമസം മാറ്റിയത്. അക്കി രാമൻ നമ്പൂതിരി, അതിനുശേഷം ഗോവിന്ദ മേനോൻ, മുഹമ്മദ് മൂപ്പൻ. അപ്പൊ മേനോന്മാരുടെ ചരിത്രം എന്താ? നമ്പൂരി ഇല്ലത്തുനിന്ന് നമ്പൂരിമാര് നായർ സ്ത്രീകളെ വിവാഹം കഴിച്ചതിൽ ഉണ്ടാകുന്ന സന്താനങ്ങളാണ് മേനോന്മാര് എന്ന് പറയുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ, പക്ഷെ പണ്ട് കാലത്ത് താഴ്ന്ന ജാതിക്കാര് ജന്മിമാരുടെ ക്രൂരതകൾ കൊണ്ടൊക്കെയാണ് ഇസ്ലാം മതം സ്വീകരിച്ചതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ മേനോന്മാർ ഇസ്ലാം മതം സ്വീകരിക്കാനുള്ള കാരണം ഇസ്ലാം മതത്തിലുള്ള ഒരു അട്രാക്ഷൻ തോന്നിയിട്ട് പൊന്നാനിയിലെ മക്തൂം തങ്ങളുള്ള കാലത്ത് ആണ് ഇസ്ലാം മതം സ്വീകരിച്ചത്. ആ വിശ്വാസം കൊണ്ട് സ്വീകരിച്ചത്. അന്ന് നാട്ടുരാജാക്കന്മാരായിരുന്നു. അതിൽപ്പെട്ട ഒരു രാജാവാണ് വെട്ടത്ത് രാജാവ്. ആ വെട്ടത്ത് രാജാവിന്റെ പ്രധാനമന്ത്രിയായിരുന്നു ഈ മൊയ്തീൻ മൂപ്പൻ എന്ന് പറയുന്ന, ഗോവിന്ദ മേനോന്റെ ബ്രദർ. അദ്ദേഹത്തിന്റെ പേര് കൃഷ്ണമേനോൻ എന്നായിരുന്നു. അപ്പൊ ഇവര് കുടുംബസമേതാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്. വെട്ടത്ത് നാട് കൊട്ടാരത്തിൽ വെച്ചാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്. അപ്പൊ ഹിന്ദു രാജാവിന്റെ കൊട്ടാരത്തിൽ വെച്ചിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചു. അന്ന് വരെ മേനോനായിരുന്നെങ്കിലും പിന്നെ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടാണ് മൊയ്തീൻ മൂപ്പനും മുഹമ്മദ് മൂപ്പനും ഒക്കെ ആയത്. മൂപ്പൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലീഡർ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. പ്രധാനമന്ത്രിയൊക്കെ ആയിരുന്ന ആള് ഉണ്ടായതുകൊണ്ട് പിന്നെ അന്നത്തെ രാജാവ് പറഞ്ഞ് ഇവരെ കുടുംബത്തിലുള്ള എല്ലാവരും ഇനി മൂപ്പൻ എന്ന സ്ഥാനപ്പാരോട് വിളിക്കണം. അങ്ങനെയാണ് ഇപ്പോ ഇക്കാടെ ഏറ്റവും പുതിയ തലമുറയിലെ കുട്ടി സാറ മൂപ്പൻ, സയാൻ മൂപ്പൻ, ഐഷ, വഫ, ദെൻ അസർ മൂപ്പൻ, ലയ മൂപ്പൻ എന്നൊക്കെ പേര് വന്നത് അല്ലേ? ഇത് അകത്ത് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ പണ്ടത്തെ ഇത് പഴയ ഒരു പത്തായമാണ് ഇപ്പോ ഇങ്ങനെ ഇരിക്കാനുള്ള സംഗതിയാക്കി മാറ്റിയിട്ടുള്ളത്. ഇത് പണ്ടത്തെ നടുമുറ്റം അല്ലേ? നടുമുറ്റവും അവിടെ ഇങ്ങനെ കിളിവാതിലുകളൊക്കെ ഉണ്ട്. പത്തായപ്പുര അല്ലേ? അത് ബെഡ്റൂമാക്കി മാറ്റിയതാണ്. ഞാനിവിടെ കണ്ടൊരു കൗതുക കാഴ്ച. 233 കൊല്ലം പഴക്കമുള്ള വീട്ടില് മൈക്കൽ കോഴ്സിന്റെ എന്തോ സാധനം വാങ്ങിയതിന്റെ തിരിപ്പുണ്ട്. ഒരു 100-150 കൊല്ലം എന്തായാലും പഴക്കമുണ്ടാവും അല്ലേ? ഇത് പണ്ടത്തെ ചില്ല് പാത്രങ്ങളും ഇത് പാരീസിൽ ആരെങ്കിലും പോയപ്പോ സുവനീർ ആയിട്ട് കൊണ്ടുവന്നതാണോ? ദെൻ ഇവിടെ ഒരു ഡൈനിങ് റൂം ഉണ്ട്. പണ്ടത്തെ വീടുകൾക്ക് വലിയ ഉയരമില്ലാത്ത മച്ചകളായിരിക്കുള്ളൂ. ഹലോ, പേരെന്താ? കോമള. ഓക്കെ. പണ്ടത്തെ വീടുകളുടെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു ഈ കാര്യം. കണ്ടോ, കിണർ. ഇതിലൊരു ശകടമുണ്ട് അല്ലേ? ശരിക്ക് ഇതിങ്ങനെ തിരിയുന്ന ഒരു കുഴൽ പോലത്തെ പണ്ടത്തെ കേട് വന്നു. ഞാനിവിടെ വന്ന് കണ്ടപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ കൗതുകം തോന്നിയ കാര്യത്തില് വെള്ളം, ഒരു അക്വാമറീൻ കളർ വന്നിട്ടുള്ള വെള്ളം, വളരെ ക്ലീനാണ്. ഇത് ഇനി നമ്മൾ മുകളിലോട്ടാണ്. ഇവിടെ എത്ര തലമുറ ജീവിച്ചിട്ടുണ്ട്? 11ാമത്തെ തലമുറ അല്ലെ? എത്രയോ ആളുകൾ ജീവിച്ചു പോയി, എത്ര ആളുകളുടെ സ്വപ്നങ്ങള്, കാര്യങ്ങള് അല്ലേ? അതിന്റെ ബെഡ് നോക്കിയേ. ഇതും പണ്ടത്തെ ബെഡ് തന്നെയല്ലേ? മണിച്ചിത്രത്താഴൊക്കെ ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ആകെ വലിയൊന്നുമില്ല ഇവിടെ, പേടിക്കണ്ട. നെക്സ്റ്റ് ബെഡ്റൂം. ഈ ബെഡ്റൂം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിന് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൈവസി ഉണ്ട്. പഴയ തറവാടുകളിൽ കുറെ പേര് ഒരുമിച്ച് താമസിച്ചാലും താമസിക്കുന്ന ഓരോരുത്തർക്കും അവരുടേതായ ഒരു ലോകം ഉണ്ടാവും. അന്നത്തെ ഒരു പ്രത്യേകത ചെറിയ ചെറിയ റൂമുകളായിരിക്കും. ഇപ്പൊ ഞാൻ ഈ ചെറിയ റൂമുകളൊക്കെ ഒന്നിച്ചാക്കിയത്. അപ്പൊ ഇത് തന്നെ 2 റൂമായിരുന്നു. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേറെ റൂമായിരുന്നു. അവിടെ ഒരു ടോയ്ലറ്റ് ഒക്കെ പണിതു. ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണിയിലെത്തി. ഇവിടെയുണ്ട് ഒരു റൂം, നല്ല ബാൽക്കണി ഒക്കെ ഉള്ള റൂം.
അപ്പോൾ ഞാൻ ഈ ബാൽക്കണി നിൽക്കുമ്പോൾ ആലോചിക്കുന്നതേ, കാരണം പണ്ട് കാലത്ത് ഇവിടെയൊക്കെ കംപ്ലീറ്റ് ജോലിക്കാരും മറ്റുള്ളവരും ഒക്കെ ആയിട്ട് ഭയങ്കര മേളമായിരിക്കുമല്ലോ. ഇതൊക്കെ പിള്ളേര് കൊണ്ടുവന്ന് വെച്ചേക്കണോ അല്ലേ? ഓക്കെ. ചോദിക്കുമ്പോ ഞാൻ ഒരു ടിപ്പു സുൽത്താന്റെ കാലത്തുള്ള ടിപ്പു സുൽത്താന്റെ കാലം 1770-കളിലൊക്കെ അല്ലേ? അല്ലേ? അപ്പൊ ഏകദേശം ആ കാലത്തിന് അത് കഴിഞ്ഞിട്ടാണ് ഈ വീടുണ്ടാക്കി 790 വെട്ടത്തി രാജാവിന്റെ അധീനത്തിലായിരുന്നല്ലോ. അപ്പൊ അവരൊക്കെ ഒരു മേൽക്കോയ്മ എന്നുള്ള ആൾക്കാണ് സാമൂതിരി ഉണ്ടായിരുന്നത്. സാമൂതിരിയെ ഹൈദരാലി കീഴടക്കി. സാമൂതിരി കീഴടക്കിയപ്പോ ഇവരൊക്കെ കപ്പം കൊടുക്കേണ്ട സ്ഥിതി ഹൈദരാലിക്കായി. ഹൈദരാലിക്ക് സുഖമില്ലാതെ പോയപ്പോ പിന്നെ ടിപ്പു വന്ന് അന്ന് നമ്മള് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. അത് ഇനി ടിപ്പുവിനെ പേടിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടായി. അങ്ങനെ ടിപ്പു അപ്പൊ നികുതി പിരിക്കാനും അഡ്മിനിസ്ട്രേഷൻ നടത്താനും മൊയ്തീൻ മൂപ്പനെ തന്നെ ഏൽപ്പിച്ചു. അപ്പൊ ഈ ടിപ്പുവിന് അന്ന് ഈ പറഞ്ഞ മാതിരി കപ്പം കൊടുക്കാൻ കഴിയാതെ വന്നു. നാട്ടിൽ ദാരിദ്ര്യവും അസുഖങ്ങളും പലതും വന്ന് കൊടുക്കാതെ വന്നു. അപ്പൊ ടിപ്പു അതില് ക്ഷുഭിതനായി. ടിപ്പു പട്ടാളത്തിന് അയച്ചു. പട്ടാളത്തിനേറ്റൊരു ഏറ്റുമുട്ടലുണ്ടായി. ഞങ്ങളുടെ നാട്ടിൽ വെച്ചിട്ട് കുറെ ആൾക്കാർ മരിക്കുകയൊക്കെ ഉണ്ടായി. അപ്പൊ ഒരു സന്ധി സംഭാഷണങ്ങളൊക്കെ നടത്തി. അപ്പൊ അങ്ങനെ നാട് മുഴുവൻ വിളംബരം ചെയ്തിട്ട് പണം പിരിക്കാനായിട്ട് ഒരു കുറിക്കല്യാണമൊക്കെ നടത്തി. അവിടെ ആയിരുന്നു അന്ന് ഈ ഗുണമേനോനും കൃഷ്ണമേനോനും കുടുംബമൊക്കെ താമസിച്ചിരുന്നത്. ഇത്തരം വീടുകളുടെ ഏറ്റവും നല്ല പ്രത്യേകതയാണ് നമ്മുടെ എറയത്ത് കോലായിലിരുന്ന് കാറ്റും കൊണ്ട് ബാക്കി കഥ ഞാൻ പറഞ്ഞത് കേട്ടോ, ഞാനല്ല. നേരത്തെ പറഞ്ഞ പോലെ ഒരു കുറിക്കല്യാണമൊക്കെ നടത്തി. ടിപ്പുവിന് നൽകാനുള്ള അത്ര പിരിഞ്ഞു കിട്ടാത്തത് കൊണ്ട് ഇവിടുന്ന് സ്ഥലം വിടുകയാണ് നല്ലത് എന്ന് അവർക്ക് തോന്നി. തിരുവിതാംകൂർ രാജാവിന്റെ അടുത്ത് അഭയം പ്രാപിക്കാൻ വേണ്ടി അങ്ങനെ FACTയുടെ അടുത്ത ഏലൂര് എന്ന് പറയുന്ന ഗ്രാമം മുഴുവൻ ഈ മൂപ്പന്മാർക്ക് പതിച്ചു കൊടുത്തു. ഏലൂര് ഗ്രാമം മൊത്തം. അത് കഴിഞ്ഞ് ടിപ്പുവിനെ ബ്രിട്ടീഷുകാർ വന്ന് ശ്രീരംഗപട്ടണത്ത് വെച്ചിട്ട് കൊന്നു. പിന്നെ ബ്രിട്ടീഷുകാർ അധീനത്തിലായി. ഗോവിന്ദമേനോൻ അപ്പോഴേക്കും മരിച്ചു. കൃഷ്ണമേനോനും മരിച്ചു. അവരുടെ ഭാര്യമാരും മരിച്ചു. പിന്നെ ഈ മുഹമ്മദ് മൂപ്പന്റെ, അതായത് ഗോവിന്ദമേനോന്റെ മക്കള് തിരിച്ചു വന്നു കൽപ്പകഞ്ചേരിയിലേക്ക്. കൃഷ്ണമേനോന്റെ മക്കള് അവിടെ തന്നെ നിന്നു. അപ്പൊ നിങ്ങൾ രണ്ട് താവഴിയായി. ഈ തറവാട്ടില് അധികാരി സ്ഥാനമുള്ളവരുണ്ടായിന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ കഥ എങ്ങനെയാണ്? അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഓരോരോ വില്ലേജുകളും ഉണ്ടാവുമല്ലോ. ഈ വില്ലേജുകളിലും അധികാരി എന്ന് പറഞ്ഞിട്ട് നികുതി പിരിക്കാൻ ഉണ്ടാവും. തുക്കിടി സാഹിബ് എന്നാന്ന് പറയാം. RDOസിനൊക്കെ തുക്കിടി സാഹിബ് ഒക്കെ സാഹിബ്മാരെ ബ്രിട്ടീഷുകാരാണതൊക്കെ. അപ്പൊ അവരുടെ അണ്ടറിലാണ് ഈ അധികാരിമാര്. അത് ഈ നാട്ടിലുള്ള പ്രമാണിമാരെയാണ് അധികാരിമാരായിട്ട് വെക്കുക. അതിനുള്ള കാരണം നാട്ടിലുള്ള പ്രമാണിമാർക്ക് ഭൂസ്വത്ത് ഉണ്ടാവുള്ളൂ. അപ്പൊ ഭൂസ്വത്ത് സർക്കാരിന് ജാമ്യം കൊടുക്കണം. പിരിച്ച പൈസ കൊണ്ട് അവർ പോയാലോ എന്നുള്ളത്. അപ്പൊ അന്ന് മൂപ്പന്മാർക്കായിരുന്നു ഇവിടെ അധികം ഭൂസ്വത്തുള്ളത്. അപ്പൊ അത് ജാമ്യം കൊടുത്തിട്ട് ഒരുവിധം ഈ ഏരിയയിലുള്ള എല്ലാ അധികാരിമാരും മൂപ്പൻ കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു. ക്ലീൻ ആണ് കേട്ടോ ഇവിടെ, ഭയങ്കര സൂപ്പർ ക്ലീൻ ആണ് ദി എൻറ്റയർ ഏരിയ. ഇത് പണ്ട് നെല്ലൊക്കെ ഉണക്കാൻ ഉപയോഗിച്ചിരുന്ന കയ്യാലയാണ്. ഇപ്പൊ ഇവിടെ ഒരു സ്റ്റോറൊക്കെ ഉണ്ട്. ഇപ്പൊ ഇവരിത് എന്താണ് ചെയ്തിരിക്കുന്നത് ഓർക്കാൻ പറ്റുന്നില്ല. സോ ഇറ്റ്സ് എ മിസ്റ്ററി. ഇതിനുള്ളിലാണ് നാഗവല്ലിനെ പൂട്ടിച്ചിട്ടുള്ളത്. ഇതാ ഇവിടെ പണ്ടത്തെ തൊഴുത്താണ്. തൊഴുത്തിന്റെ ഒക്കെ കോലം പോയി. ഇവിടെ ഇങ്ങോട്ട് ഇവരുടെ പറമ്പ് ഇങ്ങനെ പോവാണ്. ഇവിടെ കാറ് കാര്യങ്ങള്. കോമളനെ മുകളിൽ നോക്കിയാൽ അവിടെ കാണാം, താഴത്ത് നോക്കിയാൽ എല്ലായിടത്തും കാണാം. ഇവിടെ അടുത്ത് തന്നെയാണ് വീട്. ഇതാരാ? കോഴി നോക്കണ ആളാ. പേരെന്താ? ഏനിക്കുട്ടിയോ? കോഴികള്. ഇതാണ് സൂറാത്ത, നമ്മളെ അഹമ്മദ് കാട വൈഫാണ്. ഇവിടെ 2 കുളം ഉണ്ടെന്ന് പറഞ്ഞ് ശരിയാണോ? ഇത് എത്ര ഏക്കറാ മൊത്തം? ദാ പണ്ടത്തെ നമ്മളുടെ കുളിപ്പൊരൊക്കെ ഉള്ള കുളം. ഓ മൈ ഗുഡ്നസ്. എന്താ ഇത്? 6-ാം തമ്പുരാൻ സിനിമയിലൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഭംഗി നോക്കിയേ. മക്കൾ എത്ര പേരാ? 3 ഇവിടെ ഹാപ്പി അങ്ങനെ നിങ്ങൾ ഭയങ്കര സമാധാന ഹാപ്പിനെസ് ആണ്. പഠിച്ചത് എന്താ ഇപ്പൊ? പ്രീ ഡിഗ്രി ഫസ്റ്റ് ചെയ്യുമ്പോ അമ്മതൊക്കെ പ്രശ്നം ഉണ്ടാക്കി അല്ലേ? അപ്പൊ അങ്ങനെ ലൈഫ് മാറി. ഇത് മെയിൻ റോഡാണ് അല്ലേ? മെയിൻ റോഡ്. നിങ്ങളുടെ പറമ്പിന്റെ ഉള്ളിലൂടെ ഉള്ളൊരു റോഡ്. എനിക്കെപ്പോഴും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണുമ്പോ ഈ സ്ഥലങ്ങളിൽ ജീവിച്ചിരുന്ന പണ്ടത്തെ ആളുകളുടെ ഇതൊക്കെയാണ് ഓർമ്മ വരിക. ഞാൻ പണ്ട് വേഴ്സായി പാലസിൽ പോയപ്പോ അവിടെ ലൂയി ദ 14th എന്താ ചെയ്തിരിക്കുക,
മഡാം ഡു പോംബരൂർ എന്താ ചെയ്തിരിക്കുക, അങ്ങനെയൊക്കെയാണ് ആലോചിച്ചത്. ലൂയി ദ 14th മിസ്ട്രസ് മഡാം ഡു മോണ്ടസ്പാൻ. ഞങ്ങള് ബാംഗ്ലൂർ ഫാം ഹൗസിൽ ഇഷ്ടം പോലെ ഉണ്ട് അത്തിപ്പഴം. മാവും പ്ലാവും കണ്ടോ, പണ്ടത്തെ പ്ലാവ്. ഈ കുളം ആണുങ്ങൾക്ക് കുളിക്കാനുള്ളതാണ്. ഈ കുളത്തിനും ഒരു ചരിത്രം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. കൃഷി ഇഷ്ടംപോലെ ഉണ്ടായതുകൊണ്ട് അന്ന് കുറെ തൊഴിലാളികൾ ഉണ്ടാവും. അവര് അധികം മുസ്ലിമുകൾ തന്നെ ആയിരിക്കും. അപ്പൊ അവർക്ക് നമസ്കരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ചെറിയ പള്ളിയും ഇതിനടുത്ത് തന്നെ ഉണ്ടാക്കിയത്. ഓ, ഇതൊരു പള്ളിയാണ്. ഓ, നിസ്കാരപ്പായം എല്ലാം ഉണ്ട് അല്ലേ? അപ്പൊ വർഷക്കാലത്ത് വെള്ളം ഇതുവരെ വരും, അതിൽ കൂടി ഒഴുകി പോകും. ഇതിലേ കൂടി വെള്ളം ഒഴുകാനുള്ള പദ്ധതി. ഇക്കാടെ ഓർമ്മയിൽ ഇക്കാടെ ഗ്രാൻഡ് ഫാദറിന് എത്ര ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു? ഒരൊറ്റ പ്ലോട്ട് തന്നെ 300 ഏക്കർ ഉണ്ടായിരുന്നു. ഓ, പിന്നെ പല വില്ലേജുകളിലായിട്ട് ഒരു 500 കൂടുതൽ ഏക്കർ ഉണ്ടായിട്ടുണ്ടാവണം. അപ്പൊ ഒരു 1000 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു നിങ്ങളുടെ ഫാമിലിക്ക്? ഫാമിലിയിൽ വേറെ ഉണ്ട്. എന്റെ ഗ്രാൻഡ് ഫാദറുടെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞു. ഓ, അപ്പൊ നിങ്ങൾ ശരിക്കും ഇവിടുത്തെ ജന്മികളായിരുന്നു അല്ലെ? ഇവിടുത്തെ ഏറ്റവും വലിയ ജന്മികൾ. നിങ്ങള് മനസ്സിൽ ദയവുള്ള ജന്മികളായിരുന്നു, അതാണ് അറിയേണ്ടത്. അതെ അല്ലേ? മുമ്പ് നമ്മളെ കാരണന്മാരും വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ജോലിക്ക് പോവില്ല, ഒക്കെ കൃഷിയായിട്ട് തന്നെ കൂടുതലാണ്. അതിനൊരു വലിയ ജോലിയാണ്. എന്നോടും എഞ്ചിനീയറിംഗിന് പോണ്ടെന്ന് പറഞ്ഞതാ. പക്ഷെ അന്ന് എഞ്ചിനീയറിംഗിന് പോയത് നന്നായി അല്ലേ? ഇല്ലെങ്കിൽ പെട്ടുപോയി തന്നെ. ഇവിടെ എന്താ സംഗതി? എന്താ ഇപ്പൊ? ഇവര് പാലക്കാട് നിന്ന് വന്നാണ്. 2004 ഞാൻ പാലക്കാട് വേറൊരു ആവശ്യത്തിന് പോയപ്പോ അപ്പൊ അവിടെ ഒരു നിസ്കാരപ്പള്ളി പൊളിഞ്ഞാടാറായി വളരെ മോശം കണ്ടീഷനിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളെല്ലാരും കൂടി സഹായത്തോടു കൂടി പള്ളി പൊളിച്ച് പള്ളി ഉണ്ടാക്കി. ഓ, നല്ലൊരു പള്ളിയാണ്. കാണാൻ വന്ന പുതിയ തലമുറ. അതിന്റെ പേരെന്താ? ഞാൻ പറഞ്ഞരൂല? ഒന്ന് പറയൂ പ്ലീസ്. എന്റെ ഫാൻസിന്റെ സ്വാമി. ഫാൻസിന്റെ സ്വാമിയാണ് എടുക്ക. വീട് പോലെ തന്നെയാണ് സൽക്കാരങ്ങൾ. എന്താ കണ്ടോ, പണ്ടത്തെ ഇതും കാര്യങ്ങളും ഇതൊക്കെ. ഇതാണ് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ ഉപ്പ ചെയ്തോക്ക. പിന്നെ ഇത് നെജുമ്മ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല വീഡിയോയിൽ വരാനായിട്ട്. അത് നമ്മൾ സുഹൃത്തറിയാലോ. ഇതാണ് നമ്മളുടെ ഫാൻസ് സ്വാം ചെയ്യുന്ന അല്ലെ നെയ്മ്. അപ്പോ ഈ വീടിന്റെ ചരിത്രവും അഹമ്മദ്ഖാനെയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കേരളത്തിൽ നിന്ന് പതിയെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരമാണ് വീട്ടിലുള്ള എല്ലാവരും എക്സ്റ്റൻഡഡ് ഫാമിലീസ് അല്ലെ, കൂട്ടുകുടുംബം എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നത്. അപ്പൊ ഇനിയുള്ള ജനറേഷൻ ഇത് കീപ്പ് ചെയ്യോ എന്നറിയാൻ പറ്റില്ല. ആ ഒരു സങ്കടം. ചിലപ്പോ അത് ഒരു മോഡേൺ വീടാണെങ്കിൽ നമുക്ക് വിൽക്കേ അല്ലെങ്കിൽ അത് കളയുക ചെയ്യാം. ഇത് നമുക്ക് മാനസികമായിട്ട് കളയാൻ താല്പര്യമില്ല. നമ്മുടെ തലമുറകളിൽ ജീവിച്ച ആ പാരമ്പര്യവും അനുഭവങ്ങളും ഉള്ള സ്ഥലം അതേപോലെ തന്നെ പ്രിസർവ് ചെയ്യണം അല്ലെ? പ്രിസർവ് ചെയ്യാൻ ഇവിടെ വരട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇക്കാടെ മനസ്സിലെ ആഗ്രഹം നടക്കട്ടെ. ഈ വീട് എപ്പോഴും പ്രിസർവ് ചെയ്ത് പോകട്ടെ. ഇതിന് നല്ല വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്. അപ്പൊ ഇവിടെ എത്ര വെയിറ്റ് വരുമോ അതിനനുസരിച്ച് ഇത് ബാലൻസ് ആവുന്നത് നമ്മൾ ആ വെയിറ്റ് കറക്റ്റ് വരുന്ന സ്ഥലത്ത് പിടിക്കുമ്പോഴാണ് അല്ലേ?